ഇന്ന് ഡിസംബർ 2. ഏവർക്കും VPK ലേണിംഗ്സിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന ആനുകാലിക സംഭവങ്ങൾ നോക്കാം. ഡിസംബർ 2 ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം. വാക്സിൻ എടുത്ത ശേഷവും പേവിഷബാധയേറ്റുള്ള മരണങ്ങളുണ്ടാകുന്നത് ഒഴിവാക്കാൻ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും രക്തം പരിശോധിച്ച് വാക്സിൻ ഫലപ്രദമായോ എന്നറിയാനുള്ള സ്യൂഡോ വൈറസ് ന്യൂട്രലൈസേഷൻ ടെസ്റ്റ് വികസിപ്പിച്ചത് തോന്നയ്ക്കൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്. 2027 ഐക്യരാഷ്ട്രസഭയുടെ 32ാമത് കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി എത്യോപ്യ. ലിയോ 14 മാർപ്പാപ്പ സ്ഥാനമേറ്റെടുത്ത ശേഷം ആദ്യമായി സന്ദർശിച്ച വിദേശ രാജ്യം തുർക്കി. ലോകത്തെ ഏറ്റവും ദൈർഘ്യമേറിയ ഡ്രൈവറില്ലാ ട്രെയിൻ ശൃംഖല എന്ന പേരിൽ ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ച മെട്രോ റിയാദ് മെട്രോ. അടിയന്തര മെഡിക്കൽ ആവശ്യങ്ങൾ നേരിടാൻ 73 ടൺ ജീവൻ രക്ഷാമരുന്നുകളും വാക്സിനുകളും ഇന്ത്യ അഫ്ഗാനിസ്ഥാന് നൽകി. റാഞ്ചിയിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 1-ാം ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ സെഞ്ചുറി നേടിയ ഇന്ത്യൻ താരം വിരാട് കോഹ്ലി. ഒരു ഫോർമാറ്റിൽ ടെസ്റ്റ്, ഏകദിനം, T20 എന്നിവയിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന താരം വിരാട് കോഹ്ലി. ഹരിയാനയിൽ നടന്ന ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഓവറോൾ കിരീടം സ്വന്തമാക്കിയത് കേരളം. തുടർച്ചയായ 3-ാം വർഷമാണ് കേരളം ചാമ്പ്യന്മാരാകുന്നത്. ഇനി ഇന്നലത്തെ ആനുകാലികത്തിൽ നിന്നുള്ള ചോദ്യം. ദിത്വ ചുഴലിക്കാറ്റിനെ തുടർന്ന് ശ്രീലങ്കയെ സഹായിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച ദുരിതാശ്വാസ ദൗത്യം ഏത്? ഉത്തരം കമന്റ് ചെയ്യൂ. ഇന്നലത്തെ വിജയി അശ്വതി. ഡെയിലി കറണ്ട് അഫയേഴ്സ് ലഭിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.